MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. കേരള ബാങ്ക് എറണാകുളം റീജിയന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. എറണാകുളം പോസ്റ്റൽ ആൻഡ് ടെലഗ്രാം എംപ്ലോയീസ് സൊസൈറ്റിയുടെ P&T ഭവനിൽ സംഘടിപ്പിച്ച യോഗം ക്യൂഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം മാണി വിധേയത്തിൽ അധ്യക്ഷനായി. കേരള ബാങ്ക് മട്ടാഞ്ചേരി ശാഖാ മാനേജർ R. ശ്യാംരാജ് സ്വാഗതവും ബാങ്കിന്റെ വിവിധ നിക്ഷേപ വായ്പാ പദ്ധതികളെപ്പറ്റിയും ന്യൂ ജനറേഷൻ ബാങ്കിംഗ് പദ്ധതികളെപ്പറ്റിയും വിശദീകരിച്ചു. നാഷണലൈസ്ഡ് ബാങ്ക് എന്നുള്ള പേരിൽ പല ബാങ്കുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്ക് SBI. പക്ഷെ ഇവരൊക്കെ ലോൺ കൊടുക്കുമ്പോൾ എത്ര കേരളത്തിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം അവരുടെ മാനേജ്മെൻറ്റ് രംഗത്ത് അവർ നോക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വായ്പ കൊടുക്കുന്നതിനേക്കാൾ ലാഭം ചിലപ്പോൾ അവർക്ക് പുറത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ലാഭം നോക്കി കേരളത്തിൽ നിന്നും നിക്ഷേപിച്ച് കിട്ടുന്ന സമാഹരിക്കുന്ന തുക അവർ പുറത്ത് കൊടുക്കും. ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂലധനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ കേരള ബാങ്ക് ഇവിടെ നിന്നും ശേഖരിക്കുന്ന തുക ഇവിടെ തന്നെ ഗ്രാമീണ സമ്പദ്ഘടനയുടെ അടിസ്ഥാന ബാങ്കിംഗ് മേഖലയായ കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല കേരള ബാങ്കിന്റെ രൂപീകരണത്തോടെ ഇന്ത്യയിലെ മറ്റ് ഇതര ബാങ്കിംഗ് മേഖലയോട് കിടപിടിച്ച് ബാങ്കിംഗ് ഇടപാടുകൾ നടത്താൻ ശക്തമായി എന്ന് യോഗം വിലയിരുത്തി. പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാം എംപ്ലോയീസ് സൊസൈറ്റി സെക്രട്ടറി മനോജ് തോമസ് സംസാരിച്ചു. കേരള ബാങ്കിന്റെ എറണാകുളം റീജിയനിലെ വിവിധ ശാഖകളിലെ ഇടപാടുകാർ, ശാഖാ മാനേജർമാർ, ഏരിയ മാനേജർമാർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഭിജിത്ത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന് എറണാകുളം റീജിയൻ ഏരിയ മാനേജർ രാജലക്ഷ്മി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.